ഈ വീഡിയോയിൽ ചില സാധ്യതകൾ വിലയിരുത്തുക മാത്രമാണ് ചെയ്യുന്നത്, യാഥാർത്ഥ്യമല്ല. അങ്കോളയിൽ ഉണ്ടായ അപകടത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കാനും സാധ്യത ഉണ്ട്. ഒരു പക്ഷേ അർജുൻ അപകടത്തിൽ നിന്നും ഓടിമാറി രക്ഷപ്പെടുകയും അപകടം നേരിൽ കണ്ടിട്ടുമുണ്ടാകാം. ഓടി രക്ഷപ്പെട്ട അദ്ദേഹം ആ ഭീകരത കൺമുന്നിൽ കണ്ട ഞെട്ടലിലും ലോറിയും തടിയും നഷ്ടപ്പെട്ട ദുഃഖത്തിലും തിരിച്ചു വരാനുള്ള മാനസികനില ഇല്ലാത്തതിനാൽ മാറി നിൽക്കുന്നതാകാനും സാധ്യത ഉണ്ട്. ട്രക്കും തടിയും നഷ്ടപ്പെട്ടതും അവയുടെ ഭാഗങ്ങൾ പോലും കാണാൻ സാധിക്കാത്തതും ഒക്കെ അദ്ദേഹത്തിൽ വലിയ നഷ്ടബോധവും ഭയവും ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതിനാൽ അദ്ദേഹത്തിന് വെറും കൈയോടെ തിരികെ വരാനുള്ള മാനസികനില ഉണ്ടാകണമെന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിനു വേണ്ടി കുറെ ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണം നടന്നതുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആക്കും. അതിനാൽ പോലീസ് ഈ രീതിയിലും കൂടി അദ്ദേഹത്തെ കണ്ടെത്താൻ അന്വേഷണം നടത്തണം. എന്തെന്നാൽ മനപൂർവം അല്ലെങ്കിലും ഒരു വലിയ നഷ്ടം ഉണ്ടായത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിൽ ആക്കുകയും വേട്ടയാടുന്നുമുണ്ടാകാം. അതുകൊണ്ട് വെറും കൈയോടെ തിരികെ വരാൻ മാനസികമായി അദ്ദേഹത്തിന് സാധിക്കണമെന്നില്ല. അതിനാൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് തിരികെ വരാൻ ആവശ്യപ്പെട്ട് പോലീസും സർക്കാരും പ്രസ്താവന ഇറക്കണം. എന്തെന്നാൽ മനഃപൂർവ്വം കുറ്റം ചെയ്യാത്ത അദ്ദേഹം വലിയ നഷ്ടബോധം കാരണം മാനസികമായി വേട്ടയാടപ്പെടുന്നുണ്ടാകാം. ഈ വീഡിയോയിൽ സാധ്യതകൾ വിലയിരുത്തുക മാത്രമാണ് ചെയ്യുന്നത്, ഉറപ്പുള്ള കാര്യമല്ല എന്നറിയുക.